ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട ഒരു ജനസമൂഹമാണ് ജൂതർ. ഇന്ന് ഇസ്രായേൽ ഗവൺമെൻറ് ഗസയിൽ നടത്തുന്ന നരഹത്യയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ കുടിയേറിയ ജൂതരുടെ ചരിത്രം ഒന്ന് പരിശോധിക്കണമെന്ന് തോന്നി. റീവിസിറ്റിംഗ് ജൂ ടൗൺ, കൊച്ചി. ഇന്ത്യയിൽ ജൂതന്മാർ ആദ്യമെത്തുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ്. AD 72. കൊടുങ്ങല്ലൂരിലെ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തിരുന്നു. പിന്നീട് 1000-ലധികം വർഷം ജൂതന്മാർ വളരെ സമാധാനപൂർവമായ ജീവിതം കൊടുങ്ങല്ലൂർ ഭാഗത്ത് നയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് യൂറോപ്പിൽ നിന്നും ഒരു സംഘം ജൂതന്മാർ അഭയാർത്ഥികളായി കൊച്ചിയിലെത്തുന്നത്. അതിനു മുൻപേ 14-ാം നൂറ്റാണ്ടിലെ വെള്ളപ്പൊക്കത്തിൽ കൊടുങ്ങല്ലൂർ തുറമുഖം തകർന്നതിനെ തുടർന്ന് കച്ചവടക്കാരായ കുറേ ജൂതന്മാർ കൊച്ചിയിലേക്ക് കുടിയേറിയിരുന്നു. അങ്ങനെ 1524-ൽ കൊച്ചി രാജാവ് ഈ ജൂയിഷ് റെഫ്യൂജീസിന് അഭയം നൽകുകയും കൊട്ടാരത്തിനടുത്ത് തന്നെ താമസ സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തു. 1950s ഇസ്രായേലിലേക്ക് കുടിയേറുന്നതുവരെ ഈ പരദേശി ജൂയിഷ് കമ്മ്യൂണിറ്റി ഇവിടെ ഒരു സമൂഹമായി ജീവിച്ചു. സ്പൈസ് ട്രേഡിങ്ങും മാർക്കറ്റിങ്ങുമായിരുന്നു അവരുടെ പ്രധാന ജോലി. 3 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന ഈ സ്ട്രീറ്റ് ശരിക്കും ജൂയിഷ് ഹെറിറ്റേജ് വിളിച്ചോതുന്നുണ്ട്. 1950s ഭൂരിഭാഗം മെമ്പേഴ്സും ഇസ്രായേലിലേക്ക് കുടിയേറിയപ്പോൾ വളരെ കുറച്ചു പേർ ഇവിടെ തന്നെ താമസിച്ചു. ആദ്യകാല ജൂത വസതികൾ ആൻറ്റിക് ഷോപ്പുകളാണിന്ന്. ചിലതിൽ 1-2 പേർ താമസിക്കുന്നുമുണ്ട്. ഈ ഊടുവഴികളുടെ സൈഡിലെല്ലാം വീടുകളായിരുന്നു. കാലപ്പഴക്കം തീർച്ചയായിട്ടും ഈ ബിൽഡിങ്ങുകളെ ബാധിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്ന് നമുക്ക് കയറി നോക്കാം. സാറ കോഹൻസ് ഹോം. ഗൂഗിൾ ചെയ്തപ്പോൾ ഇവരുടെ പേര് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രോമിനൻ്റ് പരദേശി ജൂ കമ്മ്യൂണിറ്റി മെമ്പർ സാറ ജേക്കബ് കോഹൻ തൻ്റെ 96-ാമത്തെ വയസ്സിലാണ് 2019-ൽ അന്തരിക്കുന്നത്. സഹോദരങ്ങളും ബന്ധുക്കളും ഇസ്രായേലിലേക്ക് കുടിയേറിയപ്പോഴും അവർ ഇവിടെ തന്നെ താമസിച്ചു. സാറ കോഹനെ കുറിച്ച് ഇതൊന്ന് കേട്ടു നോക്കൂ. എൻ്റെ വാപ്പാൻ്റെ പേര് താഹ ഇബ്രാഹിം. എൻ്റെ വാപ്പയാണ്. അവർക്ക് മക്കളില്ലാത്തതുകൊണ്ട് എൻ്റെ വാപ്പാനെ സ്വന്തം മോനെ പോലെ തന്നെയായിരുന്നു. എൻ്റെ വാപ്പയുടെ 13 വയസ്സിൽ വന്ന് ഈ സ്ട്രീറ്റിൽ ഇങ്ങനെ പോസ്റ്റ് കാർഡ് സ്പൈസസ് വിൽക്കാനായിട്ട്, അങ്ങനെ ആൻറ്റീൻ്റെ ഹസ്ബൻഡിനായിട്ട് ഭയങ്കര ക്ലോസ് കണക്ഷൻ ഉണ്ടായി, കമ്പനി ഉണ്ടായി. ഒരു ദിവസം തൊട്ടിട്ട് ഗോഡും ലോക്കൽ സാധനങ്ങൾ. സാറയുടെ കൂടെ നിൽക്കുന്ന ഇതാണ് താഹ ഇബ്രാഹിം. ഇതിനോട് ചേർന്ന് തന്നെയാണ് അവരുടെ വസതി. കുറേ ഫോട്ടോസ് അവർ നല്ലപോലെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. സാറ കോഹൻ ഉണ്ടായിരുന്നെങ്കിൽ ഗസയിലെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീർ തീർച്ചയായിട്ടും അവരുടെ കണ്ണ് നനയിച്ചേനെ. ഇന്ന് ഇസ്രായേലിൽ 7000 മുതൽ 8000 വരെ കൊച്ചിൻ ജ്യൂസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അപ്സ്റ്റെയറിൽ ഒരു കമ്മ്യൂണിറ്റി മെമ്പർ താമസിക്കുന്നുണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. ശരിക്കും ഈ ജൂ ടൗൺ വികസിച്ചിട്ടുള്ളത് അവരുടെ ഹൗസ് ഓഫ് വർഷിപ്പ് സിനഗോഗിനെ ബേസ് ചെയ്തിട്ടാണ്. ആദ്യം പണിയുന്നത് സിനഗോഗാണ്. നമുക്കിനി സിനഗോഗ് ഒന്ന് കണ്ടിട്ട് വരാം. ജൂ ടൗണിൻ്റെ ലാൻഡ്മാർക്കാണ് സിനഗോഗിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ക്ലോക്ക് ടവർ. 1760-ലാണ് ഇത് പണി കഴിപ്പിക്കുന്നത്. 45 അടി ഉയരമുണ്ട്. ഇതാണ് കൊച്ചിയിലെ കൊച്ചിൻ പരദേശി സിനഗോഗ് എന്നറിയപ്പെടുന്ന ജൂയിഷ് ഹൗസ് ഓഫ് വർഷിപ്പ്. 1568-ലാണ് ഇത് പണിയുന്നത്. സ്പെയിനിൽ നിന്നും വന്ന ജൂയിഷ് റെഫ്യൂജീസ് ആണത്രേ ഈ സിനഗോഗ് പണിയുന്നത്. രസകരമായ കാര്യം, ഈ സിനഗോഗിനകത്ത് പ്രവേശിക്കുന്നതിലും
ശക്തമായ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അന്ന് നിലനിന്നിരുന്നു അത്രേ. യൂറോപ്പിൽ നിന്നും വന്ന ജൂയിഷ് റെഫ്യൂജീസിനെ വൈറ്റ് ജ്യൂസ് എന്നും കൊടുങ്ങല്ലൂർ നിന്നും കുടിയേറിയ ജ്യൂസിനെ ബ്ലാക്ക് ജ്യൂസ് എന്നും വിളിച്ചിരുന്നു. ഇതിൽ വൈറ്റ് ജ്യൂസിന് മാത്രമാണ് സിനഗോഗിനകത്ത് ഫുൾ മെമ്പർഷിപ്പ് കൊടുത്തിരുന്നതെന്ന് പറയുന്നു. ഇതുകൂടാതെ മൂന്നാമതൊരു വിഭാഗം ഉണ്ടായിരുന്നു, വൈറ്റ് ജ്യൂസിനൊപ്പം വന്ന സ്ലേവ്സ്. അവർക്ക് സിനഗോഗിനകത്ത് പ്രവേശനം പോലും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ സർവീസ് ഒന്നും നടക്കുന്നില്ലെങ്കിലും ജൂയിഷ് റെപ്രസെൻറ്റേറ്റീവ്സ് തന്നെയാണ് ഇത് നോക്കി നടത്തുന്നത്. ചെറിയൊരു ഫീസ് സന്ദർശകരിൽ നിന്നും ഈടാക്കുന്നുണ്ട്. ബെൽജിയൻ ഗ്ലാസ് ഷാൻഡ്ലിയേഴ്സ് ഇതിനകത്തെ വലിയൊരു ആകർഷണമാണ്. അതുപോലെ തന്നെ ഹാൻഡ് പെയിൻറ്റഡ് ചൈനീസ് പോഴ്സലൈൻ ഫ്ലോർ ടൈൽസും മറ്റൊരു ആകർഷണമാണ്. ഇവിടെ അടുത്ത് തന്നെ ജൂയിഷ് സെമിത്തേരി കൂടിയുണ്ട്. ജൂ ടൗണിന് തൊട്ടടുത്ത് തന്നെയാണ് പരദേശി ജൂയിഷ് സെമിത്തേരി. ഇതാ ഒരു കോമ്പൗണ്ട് വാളിനകത്താണ് ഈ ഗ്രേവ്യാർഡ് നിലനിൽക്കുന്നത്. സന്ദർശകർക്ക് പ്രവേശനമില്ല. ഗേറ്റിനടുത്ത് മലയാളം, ഹീബ്രു, ഇംഗ്ലീഷ് ഭാഷകളിൽ സ്ക്രിപ്റ്റ് കാണാം. ഇനി നമുക്ക് ഡച്ച് പാലസ് എന്ന് വിളിക്കുന്ന കൊച്ചി രാജാവിൻ്റെ പാലസ് കൂടെ കണ്ടിട്ട് മടങ്ങാം. ആ കാണുന്നത് ജൂ ടൗണിലെ ക്ലോക്ക് ടവറാണ്. കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെയായിരുന്നു ജൂ ടൗൺ സ്ഥാപിച്ചിരുന്നത്. ഇതാണ് ഡച്ച് പാലസ് എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരി പാലസ്. കേരളത്തിലെ ഒരു കൊട്ടാരത്തിലും വലിയ ആഡംബരമോ ആർഭാടമോ നമുക്ക് കാണാൻ കഴിയില്ല. ഈ കൊട്ടാരവും എക്സെപ്ഷനല്ല. കൊട്ടാരത്തിനകത്ത് വീഡിയോ അലൗഡ് അല്ല. നമുക്കിവിടെ ഒരു ചെറിയ എൻട്രി ഫീസ് ഉണ്ട്. വാസ്തവത്തിൽ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിന് സമ്മാനമായി നിർമ്മിച്ച് നൽകിയതാണത്രേ ഈ പാലസ്. ഇവിടെയുള്ളൊരു ക്ഷേത്രം കൊള്ളയടിച്ചതിന് പ്രായശ്ചിത്തമായി 1545 ഇത് പണിയുന്നത്. പകരം അവർക്ക് യഥേഷ്ടം സ്പൈസ് ട്രേഡ് നടത്താനുള്ള സ്വാതന്ത്ര്യവും ഫോർട്ട് പണിയാനുള്ള അനുവാദവും ലഭിച്ചിരുന്നു. കേരള ആർക്കിടെക്ചർ നാലുകെട്ട് സ്റ്റൈലിലാണ് ഇത് പണിതിട്ടുള്ളത്. എങ്കിലും യൂറോപ്യൻ ഇൻഫ്ലുവൻസും നമുക്കിവിടെ കാണാൻ സാധിക്കും. 1.5 നൂറ്റാണ്ടിലേറെ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിനെ മുൻനിർത്തി കൊച്ചി ഭരിച്ചു. പിന്നീട് കൊട്ടാരത്തിൽ അധികാര തർക്കവും ഡച്ചുകാരുടെ വരവും മൂലം 1663 പോർച്ചുഗീസുകാർക്ക് കൊച്ചി വിടേണ്ടി വന്നു. ഡച്ചുകാർ കൊട്ടാരം ഏറ്റെടുക്കുകയും അത് റിനോവേറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഡച്ച് പാലസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു നൂറ്റാണ്ടിന് ശേഷം 1773 മൈസൂരിൽ നിന്നും ഹൈദരലി കൊച്ചി പിടിച്ചടക്കുന്നത്. അതിനുശേഷം ഈ കൊട്ടാരം ഹൈദരലിയുടെ കീഴിലായിരുന്നു. പിന്നീട് 1791 മുതൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതുവരെ കൊച്ചി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായിരുന്നു. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് റോയൽ ആൻറ്റിക്സ് ഒന്നും കാണാൻ സാധിക്കില്ലെങ്കിലും ഉള്ളത് മനോഹരമായി അടുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂറൽ പെയിൻറ്റിങ്സ് അതിമനോഹരം തന്നെയാണ്. മട്ടാഞ്ചേരി ശരിക്കും ഒരുപാട് കൾച്ചറുകളുടെ ഒരു ക്രോസ് സെക്ഷനാണ്. ഈ പാലസ് ഇന്ന് ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1951 ഫസ്റ്റ് റിനോവേഷൻ നടന്നത്. അതിനുശേഷം 2007 നടക്കുകയുണ്ടായി. ഓരോ കൊട്ടാരത്തിനും അതിൻ്റേതായ ചരിത്രവും അധികാര വടംവലികളുടെ രക്തച്ചൊരിച്ചിലിൻ്റെ
കഥകളും നമ്മോട് പറയാനുണ്ടാവും. ആ നാട്ടിലെ ജനതയുടെ കഥ കൂടിയാണത്, ചരിത്രം കൂടിയാണത്. ശരിക്കും ഒരു ടൈം മെഷീനിൽ കയറി 500 വർഷം പുറകോട്ട് പോയി. ഈ മട്ടാഞ്ചേരിക്ക് ഇനിയും ഏറെ കഥകൾ പറയാനുണ്ട്. ഇപ്പം ബൈ ബൈ പറയാം. താങ്ക് യു.